എല്ലാവർക്കും നമസ്കാരം. ത്യാഗോജ്വലവും ആത്മവിശ്വാസത്തോടെ സംഭവബഹുലവുമായി 110 വർഷങ്ങൾ പിന്നിട്ട് ഇരിങ്ങപ്പുറം ഷഷ്ടിപൂർത്തി മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം ഇന്ന് അതിൻ്റെ അത്യപൂർവമായ ജന്മദിനത്തിൽ എത്തി നിൽക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു നാടിൻ്റെ ചരിത്രമാണിത്. ഈ ജ്ഞാനവിജ്ഞാന തീർത്ഥയാത്രയ്ക്ക് 110 വർഷം മുമ്പ് നാന്ദി കുറിച്ച ചരിത്രപുരുഷൻ മഹർഷി തുല്യനായ കൊഴുപ്പാമഠത്തിൽ മാക്കുണ്ണി അവർകളെ ഈ അവസരത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നമുക്കൊപ്പം നിറസാന്നിധ്യമായിരുന്ന മുൻ മാനേജർ ശ്രീ KM രാജൻ അവർകളുടെ സ്മരണയ്ക്ക് നാമകരണം ചെയ്ത ഈ വേദിയിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സ്കൂൾ വാർഷികം, KG ഫെസ്റ്റ് എന്നിവ ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, OSA അംഗം, മുൻ PTA പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾക്കർഹനായ സംഗീതം, സാഹിത്യം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ബഹുമുഖ പ്രതിഭയായ ശ്രീ CG രാധാകൃഷ്ണൻ എഴുതി ഈണം പകർന്ന സ്വാഗതഗാനം ആലപിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെയും അധ്യാപകരെയും ശ്രീ CG രാധാകൃഷ്ണനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശുദ്ധ ധന്യാസി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനാലാപനത്തിൽ കീബോർഡ് ശംഭുരീശൻ തിരുവത്ര, തബല സൈഫുദ്ദീൻ മണത്തല.
നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ രാജൻ മാഷ് എന്ന രാജേട്ടൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ ദീപ്ത പ്രണാമം. ഓർമ്മകൾ നിറയുകയാണ്. ഓരോ വാർഷികാഘോഷവും കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ നാം ഏവരുടെയും പ്രിയപ്പെട്ട സർവോപരി സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും നിറകുടമായ മാനേജർ KM രാജൻ അവர்களுടെ വിയോഗം ഒരു തീരാവേദനയാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഉണ്ടെന്ന പിൻബലത്തിലാണ് ഷഷ്ടിപൂർത്തി മെമ്മോറിയൽ അപ്പർ പ്രൈമറി എന്ന സരസ്വതി വിദ്യാലയത്തിലെ ഓരോ പ്രവർത്തനങ്ങളും നടന്നിരുന്നത്. ഏവർക്കും നനുത്ത നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അദ്ദേഹത്തിന് ആയിരം വിനീത പ്രണാമം. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമാചരിക്കാം. ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ 110-ാം വാർഷികം ധന്യമാക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനും ആമുഖ പ്രഭാഷണം നടത്തുന്നതിനുമായി ഞങ്ങളുടെ കരുത്തവും ഊർജവുമായ പ്രധാന അധ്യാപകൻ ശ്രീ KS സജീവ് മാസ്റ്ററെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പൂർവ്വ അധ്യാപകരെ, ഈ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയം 110 വർഷം പിന്നിടുന്ന ഈ ആഘോഷവേളയിൽ നമ്മളെല്ലാവരും അതീവ സന്തോഷത്തോടെയാണ് ഇന്നെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയം നാൾക്കുനാൾ എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയാണ്. അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും ഒരുപാട് നേട്ടങ്ങൾ അനുദിനം നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സാമ്പത്തിക പ്രയാസം വന്ന ആ ഒരു കാലഘട്ടത്തിൽ പല രക്ഷിതാക്കളും അൺഎയ്ഡഡ് മേഖല ഉപേക്ഷിച്ച് എയ്ഡഡ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലുമെല്ലാം ചേക്കേറിയപ്പോൾ നമുക്കൊന്നും അന്ന് ഗ്രാമാന്തരീക്ഷത്തിലുള്ള വിദ്യാലയമായതുകൊണ്ട് തന്നെ നമുക്കൊന്നും വലിയ അഡ്മിഷൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഓരോ വർഷവും നമ്മൾ പുരോഗതി അഡ്മിഷൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നീട് കോവിഡ് കഴിഞ്ഞപ്പോൾ പലരും വീണ്ടും അൺഎയ്ഡഡ് മേഖലയിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. പഴയ പോലെ അൺഎയ്ഡഡ് മേഖല തഴച്ചു വളരാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ വിദ്യാലയത്തിന് ഒരു കോട്ടവും കുട്ടികളുടെ എണ്ണത്തിലുണ്ടായില്ല. കഴിഞ്ഞ വർഷമൊക്കെ കുന്നംകുളം സബ് ജില്ലയിലെ തലയെടുത്ത് നിൽക്കുന്ന എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമുക്കും നേരിയ വർധനവുമാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്കൂളിലെ നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും നമ്മളോട് ഒപ്പം നിൽക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷകളൊക്കെ കൈകോർത്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മാറ്റമാണ് എന്നാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഈ വർഷം തന്നെ ഇനി അക്കാദമിക കാര്യം പറഞ്ഞാൽ തന്നെ നമ്മുടെ സബ് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ജില്ലയിൽ നമ്മുടെ സ്കൂൾ തല ഉയർത്തി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ന്യൂമാക്സിലെ വിജയി. ന്യൂമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗം പേർക്കും അറിഞ്ഞു എന്ന് വരില്ല. സംസ്ഥാന തലത്തിൽ ഗണിതശാസ്ത്രത്തിലെ പ്രതിഭകളെ കണ്ടെത്താൻ അവർക്ക് മികച്ച കോച്ചിങ് നടത്തി നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ഗണിത പ്രതിഭകളെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ചെറുപ്രായത്തിൽ, അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് എല്ലാ വർഷവും കോച്ചിങ്ങും ശില്പശാലയും സംസ്ഥാനത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഇൻവിജിലേറ്റേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു കോച്ചിങ്, തുടർച്ചയായി 4 വർഷം 10-15 ദിവസം നീളുന്ന ശില്പശാല, അതും തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന ശില്പശാല, അതിനെ ആ കുട്ടിക്ക് ഉള്ള ഫുൾ അക്കോമഡേഷൻ, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് അവിടേക്കുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര, ഇതെല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് അത് കിട്ടിയാലാണ് അതിൻ്റെ ഗുണം മനസ്സിലാവുക. നമുക്കത് മനസ്സിലായത് കഴിഞ്ഞ വർഷവും നമ്മുടെ സ്കൂളിലെ അശ്വത് കൃഷ്ണ ഈ നേട്ടം കൈവരിച്ചിരുന്നു. ഈ വർഷം
നമ്മുടെ വിദ്യാലയത്തിൽ മിടുക്കനായ അനുവിദ് പി അഭിലാഷ് ഈ നേട്ടം കൈവരിച്ച് നമ്മുടെ വിദ്യാലയത്തെ സംസ്ഥാന തലത്തിലേക്ക് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. അതാ ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആകെ 4 കുട്ടികളെയാണ് ജനറൽ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കുക. ഒരു കുട്ടി SC പ്രതിനിധി, അങ്ങനെ 5 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക. 4 ജനറലും ഒരു SCയും. ആ 4 കുട്ടികളെ 2ാം സ്ഥാനം നേടി, തൃശ്ശൂർ ജില്ലയിൽ 2ാം സ്ഥാനം നേടിയാണ് നമ്മുടെ അനുവിന്ദ് അഭിലാഷ് സ്റ്റേറ്റിലുള്ള 60 അംഗ ടീമിനോടൊപ്പം ചേർന്നത്. അതുകൊണ്ടാണ് അഭിമാനത്തോട് തന്നെ ഞാനത് നിങ്ങളുടെ മുന്നിൽ അറിയാം. പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറയാം. LSS USS എന്ന കാര്യം നമ്മുടെ നാട്ടുകാർക്കൊന്നും കാര്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. പലർക്കും സ്കോളർഷിപ്പ് പരീക്ഷ എന്നുള്ളതൊക്കെ പലർക്കും അറിയാം. പല രക്ഷിതാക്കൾക്കും സ്കോളർഷിപ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ്, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് അറിയാം. പക്ഷേ അതിൻ്റെ പേര് LSS ആണ് USS ആണെന്ന് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ സബ് ജില്ലയിൽ ആദ്യമായി നമ്മളാണ് സ്കൂൾ തലത്തിൽ 6 മാസത്തിലധികം, അല്ലെങ്കിൽ സ്കൂൾ തുറന്ന് കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിക്കുന്ന കോഴ്സ് നമ്മൾ ക്ലാസ് തുടങ്ങി അവർക്ക് ശനിയാഴ്ച ദിവസങ്ങളിലും വൈകിട്ടും അതുപോലെ തന്നെ മറ്റു ഇടവേളകളിലും നമ്മൾ കോച്ചിങ് നൽകി നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളെ LSS USS ഉള്ള പ്രതിഭകളും അവരിൽ ഗിഫ്റ്റഡും ആക്കുന്ന ഒരു രീതി ആരംഭിച്ച് നമ്മുടെ വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എന്താണ് LSS, എന്താണ് USS എന്ന് പഠിച്ചത്. പല രക്ഷിതാക്കളും പലരും സ്കോളർഷിപ്പ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. മാഷെ, ഞാൻ പഠിക്കുമ്പോൾ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ ഞാനൊക്കെ അത് എഴുതിയിട്ടുണ്ട് പരീക്ഷ. പക്ഷേ അതിൻ്റെ പേര് LSS എന്നും USS ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ മക്കൾ പഠിക്കുമ്പോഴാണ് ഇത് LSS ആണ് USS ആണ് സ്കോളർഷിപ്പ് പരീക്ഷ എന്ന് കേട്ടിട്ടുണ്ട്. കിട്ടിയിട്ടൊന്നുമില്ല, പലർക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് സർക്കാർ അതിൻ്റെ റെമ്യൂണറേഷൻ കൂടി കൂട്ടി നിസ്സാരം 1000-1500 രൂപയാണെങ്കിൽ പോലും ആ LSS സ്കോളർഷിപ്പ് അല്ലെങ്കിൽ USS സ്കോളർഷിപ്പ് നേടുക എന്ന് പറഞ്ഞാൽ അവർ 10ാം ക്ലാസ്സിലെ A+ നേടുന്നതിനേക്കാൾ മികച്ച വിജയമാണ്. അത് നമ്മുടെ നമ്മുടെ സബ് ജില്ലയിലെ നമ്മളാണ് മാതൃക. നമ്മൾ കൊണ്ടുവന്നതിന് ശേഷമാണ് പല സ്കൂളുകാരും കോച്ചിങ് ആരംഭിച്ചതും നമ്മൾ പിന്തുടർന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് 9 കുട്ടികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. ഈ വർഷം നമ്മളൊരു 15 തുടങ്ങി 20 കുട്ടികൾക്കെങ്കിലും ആ നേട്ടം LSS USS സ്കോളർഷിപ്പ് കിട്ടുന്നുള്ളതാണ് നമ്മുടെ ഈ ബുധനാഴ്ച കഴിഞ്ഞ പരീക്ഷയുടെ നമ്മൾ കുട്ടികളുടെ അടുത്ത് നിന്ന് റിസൾട്ട് നോക്കി വാല്യൂ ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഈ മികച്ച വിജയമൊക്കെയാണ് നമ്മുടെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ കൈപ്പിടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ മികച്ച കാരണം എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ അക്കാദമിക രംഗത്തുണ്ടാക്കിയ ഏതായാലും സ്കൂളിൽ എത്ര പ്രവർത്തനം ഉണ്ടായി, അക്കാദമിക ഏതൊരു പ്രവർത്തനം ഉണ്ടായാലും പ്രധാനം അക്കാദമിക പ്രവർത്തനം തന്നെയാണെന്നുള്ള സംശയമില്ല. അക്കാദമിക രംഗത്ത് സബ് ജില്ലയിലെ ഏറ്റവും തല ഉയർത്തിയ സ്കൂളായി നിൽക്കുന്ന നമ്മുടെ കൂട്ടായ്മ, അതാണ് പ്രധാനം. നമ്മുടെ കൂട്ടായ്മ കൊണ്ട് നമ്മളുണ്ടാക്കിയ ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്നും ഓരോ വർഷം ചെല്ലുന്നവരും അഡ്മിഷൻ കൂടി വരുന്ന അവസ്ഥയിലേക്ക്. കഴിഞ്ഞ ഏത് പ്രതിസന്ധി ഉണ്ടായിട്ടും നമുക്ക് അഡ്മിഷൻ കുറയാതെ കൂടി വന്ന് ഇപ്പോൾ 734 കുട്ടികൾ 1 to 7ലും 140 കുട്ടികൾ KG വിഭാഗത്തിലും ഇവിടെ പഠിച്ചിരുന്നു. മൊത്തം 860 കൂടുതൽ കുട്ടികൾ, 870ഓളം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ലക്ഷ്യം ഇത് 1000 കുട്ടികളെ തികയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെറിയൊരു പോരായ്മ, ഭൗതിക സാഹചര്യങ്ങളിൽ ചെറിയൊരു പോരായ്മ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ രക്ഷിതാക്കൾക്ക് അതൊന്നൊരു പ്രശ്നമാക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് മികവാണ് അവർക്കെല്ലാം പ്രധാനം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിദ്യാലയത്തിലെ ഈ ജോലി ചെയ്യുന്നതിലെ ഏറ്റവും അഭിമാനം കൊള്ളുന്നു. നിങ്ങൾക്ക് മുന്നിൽ ധൈര്യത്തോടെ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്. ഇനി സ്വാഗതം ഒക്കെ നമ്മുടെ ഗാനത്തിലൂടെ പറഞ്ഞു എൻ്റെ സുഹൃത്ത് മുൻ PTA പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ OSA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ, ഞങ്ങൾ ഒരുമിച്ച് ഇവിടേക്ക് പഠിച്ചിരുന്നതാണ്. രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി ആ ഒരു ഗാനം നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്ന് ആലപിച്ചു. അപ്പോൾ അതിൽ വന്നവർക്ക് എല്ലാവർക്കുമുള്ള സ്വാഗതം അതിലായി. അതുകൊണ്ട് സ്വാഗതം പറയുക എന്നുള്ള ചടങ്ങില്ല, എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെലിബ്രിറ്റികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രയാസം, അവർക്ക് അവരുടെ ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നൊരു സെലിബ്രിറ്റി KG കുട്ടികളുടെ പ്രോഗ്രാമല്ലേ, കുട്ടികൾക്കൊക്കെ സന്തോഷമാവട്ടെ എന്നതുകൊണ്ടാണ് ഞാനൊരു ഞാൻ KG കുട്ടികളുടെ ക്ലാസ് പിയുടെ യോഗത്തിൽ പറയും ചെയ്തു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടതാരത്തെ, സീരിയലിലൊക്കെയുള്ള ഇഷ്ടതാരത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, എന്തൊരു പുതിയ ഒരു ഇതുണ്ട്, ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെയോ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയോ
അവിടെ നിന്ന് ഇന്നലെ ഇന്നും നാട്ടിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇന്നലെ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. ഇന്ന് രാത്രി 10:30 ഫ്ലൈറ്റിന് ആൾ തിരിച്ചു പോകും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 6:30 ആകുമ്പോഴേക്കും ചേട്ടാ എന്നെ വിട്ടു തരണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഓക്കെ പറഞ്ഞത്. നമുക്ക് പ്രധാനം സ്റ്റേജിലൊന്ന് കയറി ആളുകളെ അഭിമുഖീകരിക്കുക, നമ്മുടെ ഡാൻസിൻ്റെ കുട്ടികളെ കൂടെ നിന്നൊന്ന് ഫോട്ടോ എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോൾ വരാം, 5:30 വരാം, 6:30 ആകുമ്പോഴേക്കും പോകാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ആൾക്ക് ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത വർഷം എന്ത് തന്നെയായാലും വന്നിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ സത്യത്തിൽ കുറേ പേരെങ്കിലും നിങ്ങളുടെ സാന്ത്വനത്തിൽ ബാലേട്ടനെ കാണാൻ എത്തിയവരാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനായാലും നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ്. ഇന്ന് അവർക്കൊക്കെ മുൻകൂട്ടി ഒന്നും അറിയില്ല, 2 ദിവസം മുന്നേക്കാണല്ലോ അവർക്ക് നോട്ടീസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സത്യത്തിൽ ഇന്നലെ വരാനുള്ള ടിക്കറ്റ്, ഇന്ന് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നാ, അതൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ബാലേട്ടൻ രാജീവ് പരമേശ്വർ എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഖേദം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായ ഷബീർ, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസ ചെയർമാൻ ഇന്ന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പാർട്ടി പരിപാടിയുടെ തിരക്കുണ്ട്, അതുകൊണ്ട് ചെറിയ താമസമുണ്ട്. എന്നാലും പരമാവധി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് പ്രോഗ്രാം തുടങ്ങിക്കോളൂ. നമ്മുടെ സ്കൂളിലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. പ്രോഗ്രാം തുടങ്ങിക്കോളാൻ ആനാണ് പറഞ്ഞത്. എന്തായാലും അവിടുത്തെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ഏകദേശം അടുത്ത് മുട്ടി നിൽക്കുകയല്ലേ, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കുകളുണ്ട്. എന്നിരുന്നാലും എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ കണ്ണാശ്ശേരി പഞ്ചായത്ത് വാർഡ് മെമ്പർ, നമ്മുടെ രക്ഷിതാവും കൂടിയായ രാജീവ് വേണു എത്തിച്ചേർന്നിട്ടുണ്ട്. PTA വൈസ് പ്രസിഡൻറ്റ് നജീർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MPTA പ്രസിഡൻറ്റ് ഷബ്ന എത്തിയിട്ടുണ്ട്. OSA പ്രസിഡൻറ്റ് നമ്മുടെ ഹരിദാസേട്ടൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ വർഷം മുതലേ നമ്മൾ ആരംഭിക്കുന്ന ഒരു വിശിഷ്ട ഒരു പുരസ്കാരമുണ്ട്. അതും കൂടി അത് നൽകുന്നത്, പുരസ്കാരം എന്താണെന്ന് പറയാം. ഈ വിദ്യാലയത്തിലെ സാഹിത്യത്തിലെ മേന്മ പുലർത്തുന്ന, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ കഥയാവാം, കവിതയാവാം, നോവലാവാം, നാടകമാവാം, സാഹിത്യത്തിലെ ഏറ്റവും മികച്ച മേന്മയുള്ള ഒരു കുട്ടിക്ക് ഒരു പുരസ്കാരം ഈ വർഷം മുതൽ നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കവിയും പത്രപ്രവർത്തനും നാടകൃത്തും എല്ലാമായ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അവരുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വിതരണം ചെയ്യാനായി അദ്ദേഹത്തിൻ്റെ ഭാര്യ സരസ്വതി കൃഷ്ണൻകുട്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും അപ്പോൾ ആ പുരസ്കാരത്തിൻ്റെ പ്രത്യേകത 5000 രൂപയും പ്രശസ്തി പത്രവുമാണ് അതിൻ്റെ പുരസ്കാരം. ചെറിയ പുരസ്കാരമല്ല. 7ാം ക്ലാസ് വരെയുള്ള സ്കൂളിലെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമായി, സാഹിത്യത്തിലുള്ള ഏറ്റവും വലിയൊരു പുരസ്കാരമായാണ് ഞാൻ അതിനെ കാണുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ വലിയ വലിയ സാഹിത്യത്തിലൊക്കെ പല സാഹിത്യ അക്കാദമിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അറിയാം 10000 രൂപയും പ്രശസ്തി പത്രം എന്നൊക്കെ. ഇത് 7ാം ക്ലാസ് ലെവലിലുള്ള 12 വയസ്സുള്ള കുട്ടികൾക്ക്, 5 വയസ്സ് തുടങ്ങി 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നേടാവുന്ന ഒരു വലിയ ഒരു പുരസ്കാരം തന്നെയാണ് അത്. അതിനായി നമ്മുടെ സരസ്വതി കൃഷ്ണൻകുട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്തിയിട്ടുള്ള എൻ്റെ പൂർവ്വ അധ്യാപകർ, അവരൊക്കെ നേരത്തെ എത്തിയവരാണ്. അവരൊക്കെ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ സ്കൂളിലെ അവരൊക്കെ നമ്മുടെ സ്കൂളിൽ എന്ത് കാര്യങ്ങൾക്കും എപ്പോഴും കൈത്താങ്ങായി നിൽക്കുന്നവർ കൂടിയാണ്. അവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇനി സാധാരണ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ജനങ്ങൾ കൂടുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 10-20 കസാരം കൂടി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും കൂടുന്നതായിരിക്കണം. എന്നാൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഒരു ഔപചാരിക ചടങ്ങ് മാത്രം നിർവഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു പതിറ്റാണ്ടിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന രംഗത്ത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിത്വം. മുൻ മാനേജർ KM രാജൻ അവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്നതിനും വിദ്യാലയത്തിൻ്റെ 110ാം വാർഷിക ആഘോഷം ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനുമായി വളരെ സ്നേഹത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി വില്യംസ് അവർകളെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു.
സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൊച്ചു പൂമ്പാറ്റകളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ജനപ്രതിനിധികളെ, ഏവർക്കും നമസ്കാരം. 110ാമത് സ്കൂളിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന വാർഷിക ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഏറെ വ്യത്യസ്തമായി വളരെയധികം സംഘാടന മികവോടുകൂടി 2 ദിവസത്തെ വാർഷിക ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ ഏറെ ബഹുമാന്യനായിട്ടുള്ള ഈ ഒരു സ്കൂളിൻ്റെ നീണ്ട കാലത്തെ മാനേജറായിരുന്ന രാജേട്ടൻ്റെ സ്മരണകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. ഒരു വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിൻ്റെ വലിയ ഒരു പ്രയത്നത്തിൽ ഒരു അധ്യയന വർഷം പൂർത്തീകരിക്കുമ്പോൾ ആ ഒരു വർഷത്തിൻ്റെ അനുഭവ താളുകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങൾ. കഴിഞ്ഞൊരു അധ്യയന വർഷത്തിൻ്റെ അകത്ത് പാഠ്യേതര വിഷയങ്ങളിൽ നമ്മുടെ മക്കൾ എങ്ങനെ പ്രശോഭിച്ചു എന്നുള്ളതിൻ്റെ മാർക്ക് ലഭ്യമാക്കുക, അതുപോലെ തന്നെ കഴിഞ്ഞൊരു അധ്യയന വർഷത്തിൻ്റെ അകത്ത് പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാനും അത് അടുത്ത വർഷങ്ങളിലേക്ക് നികത്താനായിട്ടുള്ള വലിയൊരു പരിശ്രമം ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴി തെളിയിക്കുക എന്നതും കൂടിയും നമ്മൾ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ചെയ്യാറുണ്ട്. എനിക്ക് തികച്ചും അറിയാം, നേരത്തെ ഇവിടെ ആമുഖ പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുടെ കലാപരിപാടികൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഉദ്ഘാടന സെക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ നേരം വൈകിട്ട് വന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന പല മാതാപിതാക്കളും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ചില കസേരകളുടെ ഒഴിവുകൾ. പക്ഷെ തികച്ചും നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും, എനിക്ക് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടും, ഇന്നോ അല്ലെങ്കിൽ നാളെയോ. അതിൽ ഏത് തരത്തിലാണ് ഒരു അക്കാഡമിക് ഇയറിൻ്റെ അകത്ത്, അധ്യയന വർഷത്തിൻ്റെ അകത്ത് നമ്മുടെ മക്കൾ ഈ ഒരു സ്കൂളിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് കായികപരമായും കലാപരമായും അവർ വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഗ്രാഫ് രേഖപ്പെടുത്തുന്നത്. അത്തരം രീതിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മാറണം. എന്നിരുന്നാൽ മാത്രമാണ് നേരത്തെ നമ്മുടെ മാഷ് സൂചിപ്പിച്ച ഒട്ടനവധി പ്രതിഭകളെ നമുക്ക് ഈ ഒരു സ്കൂളിൽ നിന്ന് വാർത്തെടുക്കാനായിട്ട് സാധിക്കുക. പശ്ചാത്തല സൗകര്യം ഒരുക്കാനായി ഒരു മാനേജ്മെൻറ്റ് മുന്നോട്ട് വരുമ്പോൾ ആ പശ്ചാത്തല സൗകര്യത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാതാപിതാക്കൾ സമൂഹവും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാവുന്ന PTA കൂടി ഉണ്ടെങ്കിൽ സജീവമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം നമ്മുടെ സ്കൂളുകളിൽ സജ്ജമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൻ്റെ അകത്ത് പഠനം അല്ലെങ്കിൽ അറിവ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് തന്നെ, നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന് തന്നെ ഏതൊരു മേഖലയിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലകളൊക്കെ തന്നെ നമ്പർ 1 മാറിയിട്ടുണ്ടെങ്കിൽ അതും ഒരു സംഘാടനത്തിൻ്റെ മികവാണ്. അത്തരം മേഖലയിലേക്ക് ഒരു 900 മക്കളേനെ നാളെയുടെ വാഗ്ദാനങ്ങളായി ഈ ഒരു രാജ്യത്തിൻ്റെ അകത്തെ പ്രശോഭിക്കേണ്ട പൗരനും പൗരിയായി വളർത്തേണ്ട നല്ല യുക്തിചിന്തയും ശാസ്ത്രബോധമുള്ള മക്കളായി നാളെയുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവരായി തയ്യാറെടുക്കാനായിട്ടുള്ള വലിയൊരു പ്രയത്നമാണ് ഈ ഒരു സംഘാടന മികവിൻ്റെ ഭാഗമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇന്നിപ്പോൾ ഇവിടെ KG ഫസ്റ്റാണ് നടക്കാനായിട്ട് പോകുന്നത്. നേരത്തെ മാഷിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി 150ഓളം വരുന്ന കുട്ടികളാണ് KG ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പഠിക്കുന്നത്. അവരുടെ കുറച്ച് ദിവസത്തെ കഠിനാധ്വാനമാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ സ്റ്റേജിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത
പ്രവർത്തന മേഖലയിലെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഒരു സമൂഹത്തിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചതിനേക്കാൾ അപ്പുറം നല്ലൊരു ഐഡൻറ്റിറ്റിയോട് കൂടി ജീവിക്കണം എന്നുള്ള വലിയ ഒരു പ്രയത്നം ചെയ്യുന്ന ആളുകളാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഓരോ സർട്ടിഫിക്കറ്റുകളും വെറും പേപ്പറുകളാണ്. ആ പേപ്പറിനേക്കാൾ അപ്പുറം നമ്മുടെ മക്കൾ ആർജിച്ചെടുക്കുന്ന ശീലവും സംസ്കാരവുമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഏറെ ബഹുമാനനായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ഒരു വേദിക്കകത്ത് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ കടമെടുത്തുകൊണ്ട് ഇവിടെ പറയുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരുടെ ഐഡൻറ്റിറ്റി നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് വലിയ രീതിയിൽ കാണിക്കുന്ന ഭാഗമായി എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കണം, അവർ ഞങ്ങൾ ഇച്ഛിക്കുന്ന രീതിയിലേക്ക് ടീച്ചറാവണം, എൻജിനീയർ ആവണം, ഡോക്ടറാകണം, പല രീതിയിലും അവരുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന പ്രമുഖരാകണം ഈ ഒരു സമൂഹത്തിൻ്റെ അകത്ത്. എനിക്ക് മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും പറയാനായിട്ടുള്ളത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് വളരണം എന്നുള്ളതാണ്. ഏറ്റവും വലിയ രീതിയിൽ ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി വളർന്നാൽ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്ന വെറും പേപ്പറായിട്ടുള്ള ഡിഗ്രിയേക്കാൾ അപ്പുറം നമ്മുടെ ജീവിത സാമൂഹിക രംഗത്ത് നമ്മൾ പ്രക്ഷോഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി നല്ല രീതിയിൽ പറയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തത്തമ്മേ പൂച്ചേ പൂച്ചേ എന്ന് പറയുന്ന പോലെ പഠിക്കേ 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 എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ നല്ല മനുഷ്യനാവാനായിട്ട് നിങ്ങൾ നമ്മുടെ മക്കളേനെ അങ്ങനെയുള്ളൊരു പശ്ചാത്തല സൗകര്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മക്കൾ ഈ ഒരു സമൂഹത്തിൻ്റെ അകത്ത് അവരുടേതായ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് മാറുമ്പോൾ ശരിയേത് തെറ്റേത് നന്മയേത് തിന്മയേത് എന്നുള്ള തരത്തിലേക്ക് അവരുടെ അവബോധത്തെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അത്തരം തിരിച്ചറിവ് ലഭ്യമാക്കുമ്പോഴാണ് ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ഒരു പരാജയത്തെ അവർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും, നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്ര തന്നെ കഠിന പ്രയത്നം ചെയ്താലും ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളധികം സാമ്പത്തിക ചെലവ് വരെ ചെയ്തു കൊടുക്കുന്ന ആളുകളായി നമ്മൾ മാതാപിതാക്കൾ മാറിയിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് ലഭ്യമാകുന്നതിനേക്കാൾ അപ്പുറം അവരുടെ സന്തോഷത്തിന് ഒരു സമയം അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മൾ കണ്ടെത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു സന്തോഷത്തെക്കാൾ അപ്പുറം പല വിഷമങ്ങളും അവർ ജീവിതത്തിലേക്ക് അനുഭവിക്കുമ്പോൾ ആ വിഷമങ്ങളെ തരണം ചെയ്യാനായിട്ടുള്ള ആർജവും ഊർജവും ഇല്ലാത്ത ഒരു പൊതുസമൂഹമായി ചിലപ്പോഴൊക്കെ നമ്മുടെ യുവതി-യുവാക്കൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെയാണ് അവരെ ഏറ്റവും തിരഞ്ഞെടുക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്ന വഴി. നമുക്കറിയാലോ, നമ്മളെല്ലാവരും നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ നവമാധ്യമത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചറിയുമ്പോഴും ചെറിയ ചെറിയ പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാനായിട്ടുള്ള ത്രാണി അവർക്കില്ലാതാകുമ്പോഴാണ് അവർ ആത്മഹത്യ എന്ന് പറയുന്ന വഴിയിലേക്ക് ആയിട്ട് യുവതി-യുവാക്കളൊക്കെ തന്നെ മാറിപ്പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഏറ്റവും പേടിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ നിരന്തരമായിട്ട് കാണുന്ന അവസ്ഥാവിശേഷങ്ങളാണ്. എത്രയോ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളിലുള്ള മക്കൾ പോലും ഇത്രയും ഭയാനകമായിട്ടുള്ള ലഹരി റാക്കറ്റുകളുടെ കൈകളിലേക്ക് അകപ്പെടുന്നുണ്ട്. ഒരു ചെറിയൊരു നിമിഷത്തെ ലഹരി ഉപയോഗത്തിന് വേണ്ടി വലിയൊരു തുക ചെലവാക്കേണ്ട ഒരു സമയത്തിലേക്ക് അവർക്ക് ആ തുക ലഭ്യമാകാത്തതിൻ്റെ ഭാഗമായി പല കുറ്റകൃത്യങ്ങളിലേക്കും എത്തുന്ന ആളുകളായി നമ്മുടെ യുവതി-യുവാക്കൾ മാറുന്നുണ്ട്. പണ്ടൊക്കെ കാലത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലെ ആൺകുട്ടികളെയൊക്കെ പേടിച്ചാൽ മതി എന്നുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ നിന്നൊക്കെ വിഭിന്നമായി. ഇപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ തന്നെ പേടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മാറിയിട്ടുള്ളത്. അവരുടെ ജീവിത സാക്ഷാത്കാരത്തിന് നമ്മൾ ഒട്ടനവധി വിജയലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ അവർക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ചെറിയ ചെറിയ വിഷമതകൾ കണ്ട് പഠിച്ച് അവരെ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോഴാണ് അവർക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുക. ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം 3 മക്കളുടെ അമ്മയാണ് ഞാൻ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിലും ഇതേപോലെ തന്നെ വാശികളും പരിഭവങ്ങളൊക്കെ തന്നെ വരാറുണ്ട്. ഞാൻ പൊതുവേദിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്,
എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീടുകളിൽ പിണക്കങ്ങൾ കൂടുന്ന സമയങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പം എല്ലാവരും ചിരിച്ച മുഖങ്ങളോട് പറയും. അപ്പോൾ അവർക്ക് രസകരമായി അവർ ആലോചിക്കും, എൻ്റെ മകൾ ഇന്നൊരാവശ്യത്തിന് വേണ്ടി എന്നോട് പിണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ചില പിണക്കങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണം. ചില പരാജയങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് ചില പരാജയങ്ങളും ചില പിണക്കങ്ങളും നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിൻ്റെ വലിയ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചെറിയ പരാജയത്തെ അതിജീവിക്കാനും അതിജീവിച്ചുകൊണ്ട് ജീവിതം എന്ന സാക്ഷാത്കാരത്തിലേക്ക് 100% വിജയത്തിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യനാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക്, ഞാനും മനുഷ്യനാണ്, മറ്റുള്ളവരുടെ വേദന കണ്ടുകൊണ്ട് അവരുടെ വേദനയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യജീവിയാണ്, ഒരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിലെ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറുന്ന ഓരോ പൗരയും മാറുള്ളൂ എന്ന ചിന്താഗതിയിലേക്ക് അവരുടെ തിരിച്ചറിവുകളെ മാറ്റാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കണം. അതിനുതകുന്ന രീതിയിലേക്കുള്ള മാനസിക വലുപ്പമുള്ള സമൂഹമായിട്ട് മാറാനായിട്ട് നമുക്ക് പ്രയത്നിക്കാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഏറെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാനിതിൻ്റെ സംഘാടകരോടും അതേപോലെ തന്നെ ഏറെ പ്രിയങ്കരനും സുഹൃത്തും കൂടി ആയിട്ടുള്ള ദിനോട്ടനോട് ഞാൻ ഈ ഒരു അവസരം നന്ദി അർപ്പിക്കുകയാണ്. KG ഫസ്റ്റിലെ എൻ്റെ കൊച്ചു പൂമ്പാറ്റകളുടെ ഒരുപാട് കലാപരിപാടികളോട് അവതരിപ്പിക്കും. അവർക്കൊക്കെ തന്നെ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ മക്കളിൽ കണ്ടെത്തിക്കൊണ്ട് അവരുടെ ജീവിത പ്രയാണത്തിൻ്റെ അകത്ത് അത്തരം കഴിവുകളെ കൂടി വളർത്തിയെടുക്കാനായിട്ടുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് നമ്മുടെ മക്കളെ മാറ്റേണ്ടതുണ്ട്. 110ാമത് വാർഷികാഘോഷം ആഘോഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആർജവും ഊർജവുമുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന KG ഫസ്റ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ അവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മൂല്യബോധമുള്ള തലമുറയ്ക്കായി പ്രവർത്തിക്കാൻ നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന മാഡത്തിൻ്റെ സ്നേഹമുള്ള നന്മ നിറഞ്ഞ വാക്കുകൾക്ക് ഏറെ നന്ദി. അടുത്തതായി വിവിധ പരീക്ഷകളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വിജയം കൈവരിച്ചവർക്കുള്ള എൻഡോമെൻ്റ് വിതരണമാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് എൻഡോമെൻ്റ് തുക ഏർപ്പെടുത്തിയവർ: സ്ഥാപക മാനേജർ കൊഴുപ്പാമടത്തിൽ മാക്കുണ്ണി, ശ്രീമാൻ മാക്കൻ മാസ്റ്റർ, ശ്രീമതി ലക്ഷ്മി, മുൻ മാനേജർ കൊഴുപ്പാമടത്തിൽ രാജൻ, കൊഴുപ്പാമടത്തിൽ സോമൻ മാസ്റ്റർ, മുകുന്ദൻ, ഉഷ മുകുന്ദൻ, മൃദുൽ മുകുന്ദൻ എന്നിവരുടെ സ്മരണയ്ക്ക് കൊഴുപ്പാമടത്തിൽ സുജിത്ത്. പടുത്താങ്കുളങ്ങര കുഞ്ഞുലക്ഷ്മി അവர்களுടെ സ്മരണയ്ക്ക് ശ്രീമാൻ PK നാരായണൻ, റിട്ടയേർഡ് ജോയിൻറ്റ് സെക്രട്ടറി, കേരള ഗവൺമെൻറ്. റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ശ്രീമാൻ ON ഗംഗാധരൻ മാസ്റ്റർ. റിട്ടയേർഡ് നാരായണി ടീച്ചറുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ശ്രീമാൻ കാവീട്ടിൽ അപ്പുണ്ണി, ചൊവ്വല്ലൂർ. പാലത്തുമുട്ടിക്കൽ ശങ്കുണ്ണി ഭാര്യ ശ്രീമതി ലക്ഷ്മി, പാലത്തുമുട്ടിക്കൽ ശങ്കരൻ എന്നിവരുടെ സ്മരണയ്ക്ക് ഷാജി നെല്ലുവായി. കളരിക്കൽ ഉണ്ണിരാമ പണിക്കരുടെ സ്മരണയ്ക്ക് മകൾ അരുന്ധതി ടീച്ചർ. റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ TI ജോസ് മാസ്റ്റർ. റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് PV LC ടീച്ചർ. പത്യാല നാരായണൻ, ഭാര്യ ചന്ദ്രമതി എന്നിവരുടെ സ്മരണയ്ക്ക് മകൻ ശ്രീമാൻ സതീശൻ. വലവറ സുനിൽകുമാറിൻ്റെ സ്മരണയ്ക്ക് മകൻ അക്ഷയ് കുമാർ. പട്ടേമ്പുള്ളി സുരേഷിൻ്റെ സ്മരണയ്ക്ക് സഹോദരൻ ശ്രീമാൻ സത്യൻ. ഉപ്പുകുന്നത്ത് ശ്രീനിവാസൻ. മരക്കാത്ത് കണ്ടുണ്ണി മകൾ ലതയുടെ സ്മരണയ്ക്ക് മകൾ സിബി. വഴുതനയിൽ രാജൻ, ഭാര്യ ശാന്തയുടെ സ്മരണയ്ക്ക് മകൾ ഷൈജ. പനങ്ങാട്ട് അമ്മുക്കുട്ടി അമ്മയുടെ സ്മരണയ്ക്ക് മകൻ ശ്രീമാൻ അയ്യപ്പു. മുൻ മാനേജർ കണ്ടുണ്ണി മാസ്റ്ററുടെ സ്മരണയ്ക്ക് മകൾ റിട്ടയേർഡ് വിലാസിനി ടീച്ചർ. ശ്രീമാൻ പാലിയത്ത് രാഘവൻ നായർ. കൊഴുപ്പാമടത്തിൽ ചേന്നു ഭാര്യ ദേവകി, കൊഴുപ്പാമടത്തിൽ ചേന്നു മകൾ തങ്കമണി എന്നിവരുടെ സ്മരണയ്ക്ക് ശ്രീമാൻ ചന്ദ്രബോസ്. മുൻ മാനേജർ KM വിജയൻ, ഭാര്യ സത്യഭാമ എന്നിവരുടെ സ്മരണയ്ക്ക് മകൻ ശ്രീവത്സപ്രസാദ് മാസ്റ്റർ. മാച്ചാങ്ങലത്ത് കേശവൻ്റെ സ്മരണയ്ക്ക് മകൾ ശ്രീമതി റീന ടീച്ചർ. പത്മാവതി വാരസ്യാരുടെ സ്മരണയ്ക്ക് മക്കൾ പത്മാലയം, ചൊവ്വല്ലൂർ. കുറ്റിച്ചിറ സതീശൻ അവர்களுടെ സ്മരണയ്ക്ക് റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് PA ലളിത ടീച്ചർ. മേഞ്ചേരി സുമതിയുടെ സ്മരണയ്ക്ക് ശ്രീമാൻ MA രാജഗോപാലൻ.
പത്യാല നാരായണൻ അവർകളുടെ സ്മരണയ്ക്ക് മകൾ സുബിത ബാലകൃഷ്ണൻ. മാതാപിതാക്കളുടെ സ്മരണയ്ക്ക് റിട്ടയേർഡ് അധ്യാപിക CD ലൂസി ടീച്ചർ, ശ്രീമതി KS ഗീത, റിട്ടയേർഡ് ഉറുദു ടീച്ചർ. ശ്രീമാൻ കളരിക്കൽ ബാലൻ്റെ സ്മരണയ്ക്ക് മകൻ അനിൽകുമാർ. ഉപ്പുകുന്നത്ത് കുമാരൻ്റെ സ്മരണയ്ക്ക് മകൻ സുഗതൻ. റിട്ടയേർഡ് അധ്യാപിക ശ്രീമതി CS സുമാലിനി ടീച്ചർ, റിട്ടയേർഡ് അധ്യാപിക ശ്രീമതി KG ചാരുലത ടീച്ചർ, റിട്ടയേർഡ് അധ്യാപിക ശ്രീമതി VP ഗീത ടീച്ചർ, റിട്ടയേർഡ് അധ്യാപിക ശ്രീമതി NJ ഗീത ടീച്ചർ, റിട്ടയേർഡ് അധ്യാപിക ശ്രീമതി CG ഉഷ ടീച്ചർ. റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് KC ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണയ്ക്ക് മകൻ കൊഴുപ്പാമടത്തിൽ രാജീവ്. റിട്ടയേർഡ് കാർത്തികദേവി ടീച്ചറുടെ സ്മരണയ്ക്ക് പേരമകൾ കാർത്തിക കൊഴുപ്പാമടത്തിൽ. റിട്ടയേർഡ് അധ്യാപകൻ സോമൻ മാസ്റ്ററുടെ സ്മരണയ്ക്ക് ഭാര്യ റിട്ടയേർഡ് അധ്യാപിക തങ്ക ടീച്ചർ. കൊഴുപ്പാമടത്തിൽ മുകുന്ദൻ്റെ സ്മരണയ്ക്ക് ഭാര്യ ബീന മുകുന്ദൻ. കുമ്പിൽ പുഷ്പാകരൻ, മകൻ സന്തോഷ് കുമാർ എന്നിവരുടെ സ്മരണയ്ക്ക് റിട്ടയേർഡ് അധ്യാപിക EN കമലു ടീച്ചർ. ഒരു പൂർവ്വ വിദ്യാർത്ഥി ഏർപ്പെടുത്തിയ പുരസ്കാരം. നന്ദി. എൻഡോമെൻ്റ് വിതരണത്തിനും നമ്മുടെ മിടുക്കരിൽ മിടുക്കരായ LSS ജേതാക്കൾ, ഉറുദു ടാലൻറ്റ് ടെസ്റ്റ് വിജയികൾ എന്നിവർക്ക് സമ്മാനദാനത്തിനുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി മാഡത്തിനെ ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമായി ഞങ്ങളുടെ മിടുക്കരിൽ മിടുക്കരായ കുഞ്ഞുമക്കളാണ് ഇവിടുത്തെ LSS ജേതാക്കൾ. അവർക്കുള്ള സമ്മാന വിതരണമാണ്. ഗൗരി നന്ദൻ CD, ശിവാനി MS, ഋതുൽ കൃഷ്ണ AR, മുഹമ്മദ് ഇഷാൻ, സംസ്ഥാനതല അൽ അമ ഇക്ബാൽ ഉറുദു ടാലൻറ്റ് ടെസ്റ്റ് വിജയികൾ ലിയാന ഫാത്തിമ RH, മിൻഹ ഫാത്തിമ, റൈഹാൻ ഫാത്തിമ, ഹാദിയ, മുഹമ്മദ് സിനാൻ, അടുത്തത് എൻഡോമെന്റ് വിതരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാലയത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണം. ആദ്യമായി 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ പാഠ്യേതര സേവന മേഖലകളിൽ മികച്ചവരിൽ മികച്ചവർക്കുള്ള പുരസ്കാരം. ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ 7th സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് ലക്ഷ്മി PN. മുൻ മാനേജർ കൊഴുപ്പാമടത്തിൽ രാജൻ അവർകളുടെ സ്മരണയ്ക്ക് മകൻ കൊഴുപ്പാമടത്തിൽ സുജിത് ഏർപ്പെടുത്തിയ പുരസ്കാരം. അടുത്തതായി 4ാം ക്ലാസ്സിലെ പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം. ദ ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ 4th സ്റ്റാൻഡേർഡ് ആൻഡ് ഇറ്റ് ഗോസ് ടു സാത്വിക PS. ഉപ്പുകുന്നത്ത് കുമാരൻ്റെ സ്മരണയ്ക്ക് മകൻ സുഗതൻ ഏർപ്പെടുത്തിയ പുരസ്കാരം. അടുത്തതായി 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം. ആൻലിറ്റ് റോസ് CB, എൻഡോമെന്റ് ഫസ്റ്റ് ഇൻ 1st സ്റ്റാൻഡേർഡ് ആൻഡ് ഫസ്റ്റ് ഇൻ മലയാളം. ലക്ഷ്മി MS, എൻഡോമെന്റ് ഫസ്റ്റ് ഇൻ 2nd സ്റ്റാൻഡേർഡ് ആൻഡ് ഫസ്റ്റ് ഇൻ മലയാളം.
Devadarsh KB, Endowment First in Third Standard. Satvika PS, Endowment First in Fourth Standard and Class First in Standard 4th B. Gauri Nandan CD, Endowment First in 5th Standard, First in Mathematics, First in English, First in Basic Science and Class First of Standard 5th B. Aravind Abhilash, Endowment First in 6th Standard, First in English, First in Hindi, First in Basic Science and First in Mathematics. Apurva PB, Endowment First in 7th Standard, First in Social Science, First in Mathematics, Class First of Standard 7th A and First in Malayalam. Vamika NM, Endowment Second in 1st Standard and First in Malayalam. Vedika KR, Endowment Second in 2nd Standard and Class First of Standard 2nd C. Anashwara TR, Endowment Second in 3rd Standard and Class First of Standard 3rd C. Judith C. Jojo, Endowment Second in 4th Standard, Class First of Standard 4th A and First in Malayalam. Shivani MS, Endowment Second in 5th Standard, First in Social Science and First in Sanskrit. Sri Lakshmi KS, Endowment Second in 6th Standard, First in Social Science, First in Basic Science, Class First of Standard 6th A and First in Malayalam. Lakshmi PN, Endowment Second in 7th Standard, First in English, First in Basic Science and First in Sanskrit. Vasudev CS, Endowment 3rd in 1st Standard. Adidev MS, Endowment 3rd in 2nd Standard. Harinand KS, Endowment 3rd in 3rd Standard and First in Malayalam. Hridin CS, Endowment 3rd in 4th Standard. Anand MS, Endowment 3rd in 5th Standard and Class First of Standard 5th D.
Sri Lakshmi CS, endowment 3rd in 6th standard. Sanjay TR, endowment 3rd in 7th standard, class 1st of standard 7th D, 1st in basic science in Malayalam medium and 1st in Hindi. Gautam P. Vinish, 1st in Sanskrit 6th standard. Mahna Fatima, 1st in Arabic 4th standard. Muhammad Ishan, 1st in Arabic and class 1st of standard 5th C. Shabiba Sharin, 1st in Arabic and class 1st of standard 6th C. Shammas KS, 1st in Arabic 7th standard. Minha Fatima RS, 1st in Urdu and 1st in Hindi 5th standard. Rayhan Fatima, 1st in Urdu 6th standard. Muhammad Sinan PS, 1st in Urdu 7th standard. Aman Shamir, 2nd in Urdu 5th standard. Hadia, 2nd in Urdu 6th standard. Muhammad Nihal KH, 2nd in Urdu 7th standard. Nada Nasrin, 3rd in Urdu 6th standard. Safa KN, 3rd in Urdu 7th standard. Thank you. Thank you, ma'am. മുൻ മാനേജർ ശ്രീ കെ എം രാജറാവർക്കൾക്ക് ജീവനും ജീവിതവുമായിരുന്നു ഈ വിദ്യാലയം. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മറ്റും പ്രിയപ്പെട്ട രാജൻ മാഷ് എന്ന രാജേട്ടൻ പിന്നിട്ട വഴികളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. രാജേട്ടൻ ഒരു സ്നേഹനിനവ് ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നത് ശ്രീമതി ആൻസി വില്യംസ്. ഡോക്യുമെൻ്ററി സംവിധാനം പി എ ദിനുദാസ്, എം റീന ടീച്ചർ. ക്യാമറ അബീബ് ചെമ്മണ്ണൂർ. ശബ്ദം ടി സന്തോഷ്, ഓഡിയോ പാർക്ക് തൃശൂർ. സാങ്കേതിക സഹായം കെ എസ് സജീവ് മാഷ്, കെ ആർ സുജിത്, എൻ എം സുരേഷ് മാഷ്, നജീർ ചൊവ്വല്ലൂർ, ഷബ്ന നൗഫൽ. നിർമ്മാണം SMUP സ്കൂൾ ഇരിങ്ങപ്പുറം. അടുത്തതായി വേദിയിൽ സാഹിത്യ പുരസ്കാര സമർപ്പണമാണ്. ആദ്യാക്ഷരം കുറിച്ച വിദ്യാലയത്തെയും ഗുരുക്കന്മാരെയും നെഞ്ചോട് ചേർത്ത് ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നറിയപ്പെടുന്നതിൽ ഏറെ അഭിമാനിച്ചിരുന്ന നമ്മുടെ സ്വന്തം കൃഷ്ണൻകുട്ടിയേട്ടൻ
അദ്ദേഹത്തിന് ഈ വിദ്യാലയത്തോടുള്ള ആത്മബന്ധം തൊട്ടറിഞ്ഞ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന ബഹുമുഖ പ്രതിഭയായ കൊച്ചപ്പേട്ടൻ്റെ പ്രിയ പത്നി സരസ്വതി കൃഷ്ണൻകുട്ടി. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ സമ്പുഷ്ടമായ കർമ്മമേഖലയായ സാഹിത്യത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്ന പ്രതിഭയായി സാഹിത്യ പുരസ്കാരം നൽകുന്നു. 5000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഒട്ടനവധി കൃഷ്ണ കവിതകൾ രചിച്ച് കൃഷ്ണനിൽ സ്വയം അർപ്പിച്ച കൊച്ചപ്പേട്ടൻ്റെ താങ്ങും തണലുമായ പ്രിയപത്നി ശ്രീമതി സരസ്വതി കൃഷ്ണൻകുട്ടിയെ പുരസ്കാര വിതരണത്തിനും പ്രശസ്തി പത്ര സമർപ്പണത്തിനുമായി ഏറെ ഇഷ്ടത്തോടെ ക്ഷണിക്കുന്നു. കവിതാ രചനയിൽ സബ് ജില്ലയിൽ 1ാം സ്ഥാനം, ജില്ലാ മത്സരത്തിൽ A ഗ്രേഡ്. തൃശൂർ കിലയിൽ വെച്ച് നടന്ന സാഹിത്യ ശില്പശാലയിൽ സാഹിത്യ അക്കാദമി ചെയർമാൻ ഉൾപ്പെടെയുള്ള കവികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഞങ്ങളുടെ 7ാം ക്ലാസ്സുകാരി കൊച്ചുമിടുക്കി കുമാരി ആര്യനന്ദ KP-യെ ഏറെ അഭിമാനത്തോടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മുൻ മാനേജർ ശ്രീ KM രാജകൾ അവர்களுടെ ജീവനും ജീവിതവുമായിരുന്നു ഈ വിദ്യാലയം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. നമ്മുടെ വിദ്യാലയത്തിൽ ശ്രീ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി അവர்களுടെ പേരിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം നേടിയ ആര്യനന്ദ KP-ക്ക് സബ് ജില്ലാ തലത്തിൽ കവിതാ രചനയിൽ 1ാം സ്ഥാനത്തിന് അർഹമായ കവിത 7ാം ക്ലാസ്സിലെ യദുകൃഷ്ണ രതീഷ് ഇവിടെ ആലപിക്കുന്നു. സൗഹൃദം. ബാല്യത്തിലാഴ്ന്നൊരു സൗഹൃദകാലം, സൗഹൃദ സന്തുഷ്ട സന്തോഷകാലം. സൗഹൃദത്തിനായി ഇരുവർ വേണം, ചെങ്ങാതി എന്നൊരാൾ വേണം. സൗഹൃദത്തിനായി മനസ്സുകൾ നൽകാം, സൗഹൃദത്തിനായി സ്നേഹം നൽകാം. സൗഹൃദമെന്നതു വാക്കല്ല, സൗഹൃദമെന്നതു സ്നേഹമാണ്. സ്നേഹത്തിലാഴ്ന്നൊരു സൗഹൃദകാലം വള്ളികൾ പോലെ പടർന്നുയരുന്നു. സൗഹൃദമെന്നൊരു മഹാപുണ്യം, സൗഹൃദമെന്നൊരു മഹായാഗം. കടൽ തിര പോലെ കുതിര പോലെ ബാല്യത്തിൽ കുതിച്ചു സൗഹൃദബന്ധം. ഓളങ്ങളായി വന്നു തിരയടിച്ചും കൂട്ടിലെ തേനീച്ച കൂട്ടം പോലെ. വിദ്യാലയത്തിലെ സൗഹൃദക്കൂട്ടം കൂട്ടിനായുള്ള കൂട്ടുകാരെയും ആയി കളിച്ചു നടന്ന കാലം. സൗഹൃദമെന്നൊരു മഹായാഗം, സൗഹൃദമെന്നതു പുണ്യകാലം. സന്തോഷ സന്തുഷ്ട സൗഹൃദകാലം,
സൗഹൃദത്തിൻ്റെയാം പുണ്യകാലം. നന്ദി. നമ്മുടെ അയൽപ്പക്ക പഞ്ചായത്തായ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ശ്രീമതി രാജി വേണു നമ്മുടെ വിദ്യാലയത്തോട് ഏറെ മമത ഉള്ള വ്യക്തിത്വമാണ്. നമ്മളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ശ്രീമതി രാജി വേണുവിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള മാന്യവ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. എല്ലാവരും കുട്ടികളുടെ പരിപാടി കാണാനാവും ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ അധികമൊന്നും പറയണില്ല. എനിക്ക് മുന്നേ തന്നെ എല്ലാവരും സംസാരിച്ചു. നമ്മൾ രാജേട്ടൻ്റെ ഓർമ്മകൾ നല്ലപോലെ നമ്മൾ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ നമ്മുടെ 110-ാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിന് ഇനിയും വലിയ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാൻ പറയണുള്ളൂ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് കുറച്ചുകൂടി എൻഡോമെൻ്റ് വിതരണമുണ്ട്. അതിനുകൂടി മാഡത്തിനെ ക്ഷണിക്കുന്നു. ശിവദ ശിവറാം, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എ. ദക്ഷിത് പി എസ്, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ബി. നർത്തന കെ, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സി. ആർ എസ് ദിൽഷ ഫാത്തിമ, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് എ. ഹസ്ന ഫാത്തിമ ടി എച്ച്, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് തേർഡ് എ. അമർനാഥ് ഇയു, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് തേർഡ് ബി. നിവ്യ പി ജി, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സി. ആദിദേവ് കെ രാജേഷ്, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സിക്സ്ത് ബി. സതീർത്ത് എ എം, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സിക്സ്ത് ഡി. നന്ദന കൃഷ്ണ പി എസ്, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെവൻത് ബി. അനുശ്രീ എം, ക്ലാസ് ഫസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെവൻത് സി. ഗൗതം സി എസ്, class first of standard 5th A and first in Malayalam. Vaiga PN, first in Malayalam of standard 7th. Niranjan KS, first in drawing. സമ്മാനാർഹരായ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. നന്ദി. മാഡത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്കും സമ്മാനദാനത്തിനും നന്ദി. നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ അല്പം വൈകി, പലർക്കും ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ആശംസകൾ അർപ്പിക്കാനുള്ള എല്ലാവരും ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ആശംസകൾ എല്ലാവർക്കുമായി അറിയിക്കുന്നു. നമ്മുടെ KG വിഭാഗം കുട്ടികളുടെ ഫ്യൂഷൻ ആരംഭിക്കുകയാണ്.